വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അപർണ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്ററാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നിർത്തിയത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം, അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നിലവിൽ വന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. സോ നമുക്കത് എന്താണെന്ന് നോക്കാം. ദ ബ്രിട്ടൻ സെൻഡ് എ മിഷൻ സെൻഡ് ടു ഇന്ത്യ ഇൻ ദ നെയിം ഓഫ് ക്യാബിനറ്റ് മിഷൻ. എന്താ, ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് ഒരു മിഷനെ അയക്കുകയാണ്. ക്യാബിനറ്റ് മിഷൻ എന്നുള്ള പേരിൽ ഒരു മിഷനെ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. വൺ ഓഫ് ദ എയിം ഓഫ് ദിസ് മിഷൻ വാസ് ടു പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. ആ ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എയിം എന്തായിരുന്നു? ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യയിലൊരു ഭരണഘടന നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദിസ് മിഷൻ ഫോംഡ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതായത് ഈ ക്യാബിനറ്റ് മിഷൻ്റെ റെക്കമെൻഡേഷനിലാണ് ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ താൽക്കാലിക ഹെഡായിട്ട്, അതായത് ടെമ്പററി പ്രസിഡൻ്റായിട്ട് സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹെഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതിൻ്റെ പെർമനൻറ്റ് പ്രസിഡൻ്റായിട്ട് വരികയാണ് ഉണ്ടായത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു വൺ വേർഡ് ചോദിക്കുവാണ്, എന്താ ക്യാബിനറ്റ് മിഷൻ്റെ റെക്കമെൻഡേഷൻ വഴി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ താൽക്കാലിക പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉത്തരം പറയേണ്ടത്? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ റെക്കമെൻഡേഷൻ വഴി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച സമയത്തുള്ള താൽക്കാലിക പ്രസിഡൻറ്റ്. പക്ഷേ അതിൻ്റെ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പെർമനൻറ്റ് പ്രസിഡൻ്റാണ്. പിന്നീടാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൺസിസ്റ്റ് ഓഫ് 8 കമ്മിറ്റി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് 8 കമ്മിറ്റികൾ കൂടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 8 കമ്മിറ്റികൾ കൂടിയിട്ടാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി എമംഗ് ദം വെർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 കമ്മിറ്റികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാണ്? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ദിസ് കമ്മിറ്റി ചെയർമാൻ വാസ് ഡോക്ടർ BR അംബേദ്കർ. ഹീ ഈസ് നോൺ ആസ് ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു? അഥവാ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ മത്സര പരീക്ഷകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗാൻ ഓൺ 9th December 1946 to 26th November 1949 ഈസ് എൻഡഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് ആരംഭിച്ചത് December 9, 1946 പക്ഷേ അത് തീർന്നത് എന്നാണ്? 26th November 1949. 26th November എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റാണ് 26th November 1949 എന്ന് പറയുന്നത്. വേറൊരു ഡേറ്റും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇറ്റ് കെയിം ടു എക്സിസ്റ്റൻറ്റ് ഓൺ 26th January 1950. 1949 അതിൻ്റെ പണി പൂർത്തിയായി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിപ്പയർ ചെയ്ത് അവർ ഒരു ബുക്കാക്കി വെച്ചു. പക്ഷെ അത് പബ്ലിഷ് ചെയ്തത് എന്നാണ്? 1950 January 26. January 26 പ്രത്യേകത എന്താ? നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് January 26. അപ്പം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന വർഷം 1950. ദിവസം ഏതാണ്? നമ്മുടെ റിപ്പബ്ലിക് ഡേ, അതായത് January 26. The constitution take time to prepare about 2 years, 11 months and 18 days.
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷവും 11 മാസവും അതേപോലെ 18 ദിവസവുമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിനായിട്ട് അവരെടുത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വന്നതെന്നാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ നോക്കിയത്? നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു മിഷൻ രൂപീകരിക്കുകയാണ്. എന്തായിരുന്നു ആ മിഷൻ്റെ എയിം എന്ന് പറയുന്നത്? ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുക എന്നുള്ള എയിമിലാണ് ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ്റെ റെക്കമെൻഡേഷനിൽ ഇന്ത്യയിൽ എന്ത് രൂപീകരിച്ചു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ചു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പിന്നീടാണ് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് എവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അധികാരം വെക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 8 കമ്മിറ്റികളുണ്ട്. ആ 8 കമ്മിറ്റികളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിനെ നമ്മൾ വേറൊരു പേരിൽ പറയും. എന്താണ്? ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോറി. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ വർക്ക് ആരംഭിച്ചത് എന്നാണ്? 9th ഡിസംബർ 1946 തുടങ്ങി 26th നവംബർ 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് പൂർത്തിയാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, എന്താ 26th നവംബർ 1949 എന്ന് പറഞ്ഞ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയിൽ ആകെ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 26th നവംബർ 1949 ആണ്. അത് വരുന്നത് നമ്മുടെ പ്രിയാമ്പിളിലാണ്, അതായത് ആമുഖത്തിലാണ്. അത് നിങ്ങൾ മറക്കരുത്. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ എത്ര സമയമെടുത്തു? 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ എടുത്തത്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1949 പ്രിപ്പയറായി ഫുള്ള് സെറ്റായെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അത് നമുക്ക് പബ്ലിഷ് ആയത്, ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 1950 ജാനുവരി 26 അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം ഏതാണെന്ന് നമുക്ക് ഏകദേശം സെറ്റായി. നമുക്കത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പായി. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. നമ്മളിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അധികാരം നൽകുന്നത് 2 ഫാക്ടറുകളാണ്. എന്തൊക്കെയാണ്? ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിബ്രേഷനും 2 പ്രൊസീജിയറും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിചിന്തന തത്വങ്ങൾ. അതായത് ആരൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തതും. രണ്ടാമത്തത് നടപടിക്രമം. ഏതൊക്കെ പ്രൊസീജിയേഴ്സ് വഴിയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ആയിട്ടുള്ളത് എന്നതാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിബ്രേഷൻ എന്ന് പറയുന്നത് the members of Constituent Assembly discussed in every subject and finally added them to the provision of the Constitution. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പ്രൊവിഷൻ ആഡ് ചെയ്യണമെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടിയിട്ട് അതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ഡിസ്കഷൻസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഡിസ്കഷൻസ് വരുന്ന സമയത്ത് അതിന് എതിരായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഒപ്പോസ് ചെയ്തിട്ടും ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡിബേറ്റ് കണക്കിന് സെറ്റാക്കി അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ദെൻ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ്. അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കുറച്ച് കാര്യങ്ങളെ മുന്നിട്ട് നിർത്തിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിലും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് നാഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റിന്. അതായത് ഒരു രാജ്യത്തിന് മുഴുവൻ ഇൻട്രസ്റ്റ് ഏതിലാണോ അതിനെയാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരാനായിട്ട് കൂടുതലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. മെയിനായിട്ടും അവർ കൊണ്ടുവന്നത് നാഷണൽ ഇൻട്രസ്റ്റ്. ഇപ്പം സ്റ്റേറ്റിലെ എല്ലാവർക്കും എന്തൊക്കെയാണ് ആവശ്യം, ഒരു
രാജ്യം നന്നായിട്ട് പോകണമെങ്കിൽ എന്തൊക്കെ എലമെൻറ്റ്സ് വേണം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് മാത്രം ഉള്ള കാര്യങ്ങൾ അവർ തള്ളിക്കളയാ. കാര്യം അതിൻ്റെ ആവശ്യമില്ല. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് നമുക്കൊരിക്കലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ അസ്വാരസ്യങ്ങൾ വരും. കാര്യം ഇപ്പം ഒരു കമ്മ്യൂണിറ്റിക്ക് കുറച്ച് ഉയർച്ച കൊടുക്കുമ്പം മറ്റൊരു കമ്മ്യൂണിറ്റി ഓട്ടോമാറ്റിക്കലി താഴ്ന്നു പോകും. അപ്പം താഴ്ന്ന കമ്മ്യൂണിറ്റിക്ക് ഈ ഉയർന്ന കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളോട് എതിർപ്പുണ്ടാവും. അത് സ്റ്റേറ്റിൻ്റെ നടത്തിപ്പിനെ, സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഒരു നാഷണൽ ഇൻട്രസ്റ്റിനാണ് ഒരു പ്രാധാന്യം കൊടുത്തത്. There is a debate and discussion occurred by arising issued among the members of Constituent Assembly. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് എന്താ ചെയ്തത്? അവർ തമ്മിൽ ഡിസ്കഷൻസും അതേപോലെ ഡിബേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യേണ്ട പ്രൊവിഷൻസിനെ പറ്റിയിട്ടുണ്ടായി. അങ്ങനെ അതിൽ നിന്ന്, ഈ ഡിസ്കഷൻസിൽ നിന്നും ഡിബേറ്റ്സിൽ നിന്നും ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നമുക്ക് എന്ത് രൂപീകരിച്ചത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത്. പിന്നെ പ്രൊസീജിയർ, അതായത് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. The Constituent Assembly consists of 8 committees. Each committee study about each subject. നമ്മൾ നേരത്തെ പഠിച്ചത്, അതായത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ 8 കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ആ 8 കമ്മിറ്റീസും ഓരോ സബ്ജക്ട്സാണ്. അതായത് 8 സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി ഈസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഏതായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ദ ചെയർമാൻ ഓഫ് ദിസ് കമ്മിറ്റി വാസ് ഡോക്ടർ BR അംബേദ്കർ. നമ്മൾ ഡോക്ടർ BR അംബേദ്കറിനെ ആയിരുന്നു അവിടുത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് അഥവാ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ BR അംബേദ്കറിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആരാന്നാണ് നമ്മൾ പറഞ്ഞത്? ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അഥവാ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് BR അംബേദ്കർ അറിയപ്പെടുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ 1947. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് എന്നാണ്? 1947. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗാൻ ഇറ്റ്സ് വർക്ക് ഓൺ 9 ഡിസംബർ 1946. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ രൂപീകരണത്തിനെ പറ്റി പറഞ്ഞതാണ്. എന്താ അവിടെ പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 1946 ഡിസംബർ 9-നാണ്. ഇറ്റ് കംപ്ലീറ്റഡ് ഓൺ 26 നവംബർ 1949, ബട്ട് ഇറ്റ് കെയിം ടു എക്സിസ്റ്റൻറ്റ് ഓൺ ജാനുവരി 26, 1950. 1946 9th ഡിസംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും 1949 26 നവംബറിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെ ആവണം എന്നുള്ള കാര്യങ്ങൾ സെറ്റായി, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ബുക്ക് സെറ്റായി നിയമങ്ങളൊക്കെ ഉള്ള ബുക്കൊക്കെ ആവുന്നത് എന്നാണ്? 1949-ലാണ്. ഇറ്റ് കംപ്ലീറ്റഡ് ഓൺ 26 നവംബർ 1949, ബട്ട് ഇറ്റ് കെയിം ടു എക്സിസ്റ്റൻറ്റ് ഓൺ ജാനുവരി 26, 1950. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 1946 ഡിസംബർ 9-ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 1949 നവംബർ 26-ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് എൻഡ് ചെയ്തു. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് 1950 നമ്മുടെ ജാനുവരി 26-നാണ്. ജാനുവരി 26-ൻ്റെ പ്രത്യേകത റിപ്പബ്ലിക് ഡേ ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 26 നവംബർ 1949 ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ് 26 നവംബർ 1949 എന്ന് പറഞ്ഞ ഡേറ്റ് മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രകീർത്തിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി എന്ന് പറയുന്നത്. അത് വരുന്നത് ആമുഖത്തിലാണ്, പ്രിയാമ്പിളിലാണ് ഈ ഒരു ഡേറ്റ് വരുന്നത്. വേറൊരു ഡേറ്റും ഇന്ത്യൻ ഭരണഘടനയിൽ പ്രകീർത്തിച്ചിട്ടില്ല. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് അതിന് എന്തൊക്കെയാണ്
പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീനെ പറ്റി പഠിച്ചു, ക്യാബിനറ്റ് മിഷനെ പറ്റിയിട്ട് പഠിച്ചു. അതേപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അതോറിറ്റി കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിബറേഷനും പ്രൊസീജിയറും, വിചിന്തന തത്വങ്ങളും നടപടിക്രമവുമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് അധികാരം കൊടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ബൈ.